ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് അച്ഛൻ്റെ കപ്പയ്ക്ക് പന്തലാണ് കേട്ടോ. കപ്പയ്ക്കൊക്കെ ഇതാ വള്ളി നന്നായിട്ട് വന്നിട്ട് പടർന്നിട്ടുണ്ട്. നമ്മളിതിന് മുൻപും വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. കപ്പയ്ക്ക പന്തലിൻ്റെ വീഡിയോയും കപ്പയ്ക്ക് ചെടി കപ്പയ്ക്ക് കിട്ടുന്നതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കപ്പയ്ക്ക് കണ്ടില്ല, ഇതിലൊന്നും നമ്മൾ ഈച്ചകളൊന്നും വന്ന് കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ കവറൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു കപ്പയ്ക്കൊക്കെ ഉണ്ട്. പിന്നെ ചില കപ്പയ്ക്കൊക്കെ നമ്മളിതാ നമുക്ക് കുഞ്ഞത് ഇതാണ്ടില്ലേ, നല്ല രസമില്ലേ കാണാൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പടുവളങ്ങിയും കൂടി വള്ളിയാക്കി വെച്ചിട്ടുണ്ട്. പടുവളങ്ങിയ വള്ളിയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ പടർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ഓരോ കവറിലും പടുവളങ്ങിയും കപ്പയ്ക്കൊക്കെയാണ് കേട്ടോ. അതാ കാണുന്നില്ലേ, ഇതാ പടുവളങ്ങ ഇവിടെ ആയിട്ടുണ്ട്. ഇത് നോക്കൂ, ഇതാ കണ്ടില്ലേ, കുഞ്ഞു പടുവളങ്ങയാണ് കേട്ടോ. അത് കുറച്ചുകൂടി വലുതാവാനുണ്ട്. പടുവളങ്ങ അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു പടുവളങ്ങ കാണുന്നുണ്ട്. കുട്ടി കുട്ടി പടുവളങ്ങകളൊക്കെയാണ്. അപ്പോൾ ഇത് ഒന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടി, ഒന്നും കടിച്ചതിനെ കേടുവരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കവറ് കെട്ടി കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ പടുവളങ്ങയാണ്. ഇത് കപ്പയ്ക്കാണ് കേട്ടോ. ഇതാ ഈ കാണുന്നത് കപ്പയ്ക്കതാ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നില്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പടുവളങ്ങ 2 മൂത്ത പടുവളങ്ങ പറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ഒരു കറി ഇന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ പടുവളങ്ങയൊന്നും ആർക്കും ഇഷ്ടമല്ല. നമ്മൾ പടുവളങ്ങ കറി വയ്ക്കണമെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊക്കെ ഭയങ്കര ഒരു വിരോധമാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് എങ്ങനെ അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് കുട്ടികളൊക്കെ കഴിക്കുന്ന രീതിയിൽ ഒരു ഐറ്റം നമുക്കിന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് അതിലോട്ട് പോയാലോ. അതിനായിട്ട് 2 പടുവളങ്ങ ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ പറിച്ച് വെച്ച നല്ല പാകമായിട്ടുള്ള പടുവളങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതാ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കിയതാണ്. കനം കുറച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്, ഇതുപോലെ നീളത്തിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് എന്തൊക്കെ ചേർക്കണം എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പടുവളങ്ങിയിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ആദ്യം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 5 രൂപ 10 രൂപ പാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കഴിഞ്ഞാൽ അത് മതിയാവും. ഞാനിവിടെ 5 രൂപൻ്റെ ഒരു പാക്കറ്റാണ് വാങ്ങിയിരിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരച്ചിട്ട് കുറച്ച് വിനീഗർ കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ ചേർക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ മസാല പൗഡറാണ് കേട്ടോ ചേർക്കേണ്ടത്. ചില്ലി ചിക്കൻ്റെ മസാല പൗഡറാണ്. അത് ഏത് ബ്രാൻഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിയിട്ട് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു പാക്കറ്റ് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10 രൂപൻ്റെ പാക്കറ്റാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. അതുകൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചില്ലി ചിക്കൻ മസാല പൗഡറും കൂടി ഇത് അവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ അങ്ങനെ തന്നെ വെക്കണം. അതിന് ശേഷം വേണം നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതുവരെയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. വേറൊന്നും ഇതിൽ മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഗൈസ് 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പടുവളങ്ങിയൊക്കെ ഇത് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ ഒന്ന് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മൾ പാൻ ഒന്ന് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മളിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പടുവളങ്ങി ഉണ്ടല്ലോ അതിങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ മുഴുവൻ പടുവളങ്ങി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് മുഴുവനായിട്ട് ഇത് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ആവണം. 1 സൈഡ് ഒന്ന് ഫ്രൈ ആവുമ്പോൾ നമുക്ക് അടുത്ത സൈഡ് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുവരെയ്ക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് നന്നായി ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയിലൊന്ന് ഒരു 2-3 മിനിറ്റ്സ് കൂടുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഗൈസ് നമ്മുടെ പടുവളങ്ങ ഫ്രൈ ഇത് അവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇതിലുള്ള ഓയിലൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഒരു പടുവളങ്ങ മാത്രമായിട്ട് ഇങ്ങോട്ട് എടുത്തൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം.
നമ്മൾ കൂടുതൽ ഓയിൽ ഒഴിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓയിൽ കുറയ്ക്കുമ്പോൾ പെട്ടെന്ന് അത് കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പടുവളങ്ങ പെട്ടെന്ന് ഉടഞ്ഞ പോലെയാവും. നമ്മൾ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു ക്രിസ്പി ഫീലൊക്കെ വരും. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പടുവളങ്ങ ഫ്രൈ നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിരിക്കുകയാണ്. ഇത് നമ്മൾ നോർമലായിട്ട് ഉപ്പേരിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആർക്കും കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തു നോക്കൂ, തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ നന്നായിട്ടുള്ളൊരു ഫേവറേറ്റ് ഐറ്റമായി മാറും കേട്ടോ. ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എന്നാൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി നമുക്കിത് ഉണ്ടാക്കാനായിട്ട്, കുറഞ്ഞ സമയവും മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ? നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ ബൈ.